കേരളത്തിലെ ക്രൈസ്തവരെ അങ്ങോളം ഇങ്ങോളം ക്രൂശിക്കുന്നവർക്ക് പിന്നിലെ ഉദ്ദേശശുദ്ധി എന്താണ്? തക്കം കിട്ടിയാൽ സഭയിലെ പിതാക്കന്മാരെയും വൈദികരെയും സന്യസ്തരെയും ക്രൂശിക്കുന്ന ഈ നിലപാട് ശരിയാണോ? പൊതുഗതാഗതവും ബാറുകളും ബാർബർ ഷോപ്പുകളും പ്രവർത്തനമാരംഭിച്ച കേരളത്തിൽ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാന തുടങ്ങുന്നതിൽ എന്താണ് കുഴപ്പം? എന്നാൽ കേരളത്തിലെ ആരാധനാലയങ്ങളെല്ലാം കച്ചവട കേന്ദ്രമാണെന്ന് പറയുന്നതിന്റെ ഉദ്ദേശശുദ്ധി എന്താണ്? നിങ്ങൾ ഓർക്കണം, കേരളത്തിലെ കത്തോലിക്ക സഭ ഇതിനോടകം കൊറോണ ദുരിതാശ്വാസ നിധിയിലേക്ക് 3 കോടിയിലധികം രൂപ നൽകിയിട്ടുണ്ട്. വിവിധ രൂപതകളിൽ നിന്നും നൽകുന്ന തുകയുടെ പുറമെയാണ് ഇത്. എന്നിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെയൊരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. സഭയും വിശ്വാസികളും വിശുദ്ധ കുർബാന ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റ്? നോബിൾ അച്ഛന്റെ വാക്കുകളിലേക്ക്. നമസ്കാരം. ക്രിസ്തു ചിരിച്ച ദിവസം കൊറോണയും ചിരിച്ചതിന്റെ രഹസ്യമെന്ത്? ക്രൂശിതന്റെ പീഡകൾക്ക് മീതെ ക്രിസ്തുദേവൻ ഇന്നലെ പൊട്ടിച്ചിരിച്ചിരിക്കണം. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിക്കുന്ന ഏതാനും ചില കാര്യങ്ങളാണ് 7-8 മിനിറ്റ് വരുന്ന ഈ വീഡിയോയിലൂടെ ഈ സഹോദരൻ ഉന്നയിക്കുന്നത്. സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് KCBC പ്രസിഡന്റുമായ അഭിവന്ദ്യ ജോർജ് ആലഞ്ചേരി പിതാവ് സംസ്ഥാന സർക്കാരിന് അയച്ച ഒരു കത്താണ് ഇദ്ദേഹത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. 7-8 മിനിറ്റ് വരുന്ന ഈ വീഡിയോയിലൂടെ ഇദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കാര്യം എന്താണ് എന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. തമ്മിലടിച്ച് തെരുവിൽ തല്ലി തലമണ്ട കീറാൻ പരസ്പരം മത്സരിച്ചിരുന്ന സഭകളുടെ മേലധ്യക്ഷന്മാർ ഇന്നലെ ഒരുമിച്ചിരുന്ന് ഒരു പ്രമേയം കൈയടിച്ചു പാസാക്കി സർക്കാരിന് മുന്നിൽ വെച്ചു. ഒറ്റ ആവശ്യമേ ഉള്ളൂ, പള്ളികൾ തുറക്കാൻ അനുവദിക്കണം പ്ലീസ്. പള്ളികൾ എത്രയും വേഗം തുറന്നില്ലെങ്കിൽ തങ്ങളുടെ ആത്മീയ കച്ചവടം പൂട്ടിപ്പോകുമെന്ന് പ്രമേയത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും സംഗതി വ്യക്തം. സഭാവിശ്വാസവുമായി ബന്ധപ്പെട്ടതെല്ലാം ഒരു കച്ചവടത്തിന്റെ കണ്ണോടുകൂടി കാണുന്ന ഒരു വിശകലനമാണ് ഈ വീഡിയോയിൽ ഇനി നമ്മൾ കാണുക. ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസം ഒരു കച്ചവടമാണ്. ആ കച്ചവടത്തിന് തടസ്സം നേരിട്ടതുകൊണ്ട് ഇപ്പോൾ ആലഞ്ചേരി പിതാവ് എല്ലാ സഭാപിതാക്കന്മാരെയും ഒരുമിച്ചിരുത്തി ഒരു തീരുമാനമെടുത്ത് ഇപ്പോൾ അത് സർക്കാരിന് നൽകിയിരിക്കുകയാണ് എന്ന് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. പല ക്രൈസ്തവ സഭകളുണ്ട്. ഇവരെല്ലാവരും ഈ ക്രൈസ്തവ സഭകളുടെ പിതാക്കന്മാരെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ആദ്യത്തെ അവസരമാണോ ഇത് എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടത്. ഒരിക്കലുമല്ല. നമുക്കിവിടെ ഇന്റർ ചർച്ച് കൗൺസിൽ ഉണ്ട്. വ്യത്യസ്ത സഭാ വിഭാഗങ്ങളിൽ പെടുന്ന പിതാക്കന്മാര് ഒരുമിച്ചിരിക്കുകയും വിവിധ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയും എക്യുമെനിസത്തിന്റെ ഒരു വേദിയുണ്ട്. അത് മറ്റൊരു വേദിയാണ്. ഇങ്ങനെ സഭാപിതാക്കന്മാർ ഒരുമിച്ച് വരുന്ന വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചിരിക്കുന്ന, സംസാരിക്കുന്ന, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, ആശയങ്ങൾ പങ്കിടുന്ന വേദികൾ നിരവധിയുണ്ട്. അങ്ങനെ വരുന്ന ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ പത്രക്കുറിപ്പുകളായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നതൊക്കെ വെറുതെ ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ ഒത്തിരി തെളിവുകളിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് ആർക്കും അന്വേഷിച്ചാൽ അത് കിട്ടുന്നതേ ഉള്ളൂ. പക്ഷെ ഇവിടെ രണ്ടാമതൊരു ആരോപണം ഇദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് ഇത് കച്ചവടം നിന്നു പോകും എന്നുള്ളത് കൊണ്ട് പിതാക്കന്മാരെല്ലാവരും ഒരുമിച്ചിരുന്നതാണ്. അപ്പൊ ഇത് പിതാക്കന്മാരുടെ ആവശ്യമാണ് എന്നാണ് ഇദ്ദേഹം വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ ഇത് പിതാക്കന്മാരുടെ ആവശ്യമാണ്. KCBCയിലേക്ക്, കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിന്റെ ആസ്ഥാനമായ POCയിലേക്ക് വന്നുകൊണ്ടിരുന്ന നിരവധിയായ ആവശ്യങ്ങൾ വൈദികരുടെ അടുക്കലും മെത്രാന്മാരുടെ അടുക്കലും വിശ്വാസികളും ഭക്തസംഘടനകളും നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നതിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ അഭിവന്ദ്യ മേജർ ആർച്ച് ബിഷപ്പ് തന്നെ KCBCയുടെ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് ആലഞ്ചേരി പിതാവിനെ നേരിട്ട് സ്വീകരിച്ചിരുന്ന ആവശ്യങ്ങൾ, ജനങ്ങളിൽ നിന്ന് വന്ന ആവശ്യങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിലാണ്, ഇതര ക്രൈസ്തവ സഭകളുടെയും പിതാക്കന്മാര് സ്വീകരിച്ച ആവശ്യങ്ങളുടെ, അഭ്യർത്ഥനകളുടെ പശ്ചാത്തലത്തിലാണ് ഇത് വന്നത്. ചെറിയൊരു ഉദാഹരണം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. വിശ്വാസത്തിന് ജീവനേക്കാൾ വില കൊടുത്ത് ജീവിക്കുന്നവരാണ് ഞങ്ങൾ. ഞാനൊരു കത്തോലിക്ക വിശ്വാസിയാണ്. +1 വിദ്യാർത്ഥിയാണ്. ചെറുപ്പം മുതൽ ഞങ്ങളുടെ സഭയിൽ നിന്ന് ഞങ്ങൾക്ക് നല്ലൊരു വിശ്വാസ പരിശീലനം ലഭിച്ചിട്ടുണ്ട്. സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ വിശുദ്ധ ബലി അർപ്പിച്ചിരുന്ന ഒരാളാണ് ഞാൻ. എന്നിട്ടും ഈ ദിവസങ്ങളിൽ ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ മദ്യപാനികൾക്ക് അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അവരുടെ നിയന്ത്രണങ്ങൾക്ക് ഇളവ് വരുത്തിയിട്ടും എന്തുകൊണ്ട് വിശ്വാസം മാത്രം ഇനിയും നിയന്ത്രണ വിധേയമാക്കുന്നു? അത് വിശ്വാസികളുടെ മൗലിക അവകാശത്തെ നിഷേധിക്കുകയല്ലേ? ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് പിതാക്കന്മാരുടെ ആഗ്രഹമാണ്. ഈ വീഡിയോയുടെ അടിസ്ഥാനത്തിന്മേലാണ് ഇദ്ദേഹം ഈ വീഡിയോയിലെ സകല ആരോപണങ്ങളും കെട്ടിപ്പടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ്. വീഡിയോയിൽ പറയുന്നതിനൊന്നും വലിയ കഴമ്പില്ല. വളരെ ഏകപക്ഷീയമാണ്. വളരെ സെലക്റ്റീവായ വിഷയങ്ങളെ തെരഞ്ഞെടുത്ത്
താൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ഇദ്ദേഹം ഇങ്ങനെ അമ്പ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവയെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു വലിയ വിശകലനത്തിന്റെ ഒന്നും ആവശ്യമില്ല. എങ്കിലും ഇദ്ദേഹം പറയുന്നതിലെ ചില ചരിത്രപരമായ അബദ്ധങ്ങളും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയും ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പന്റെയും അമ്മയുടെയും മൃതദേഹങ്ങൾ തെരുവിൽ വെച്ച് പോലും സഭകൾ പരസ്പരം വിലപേശി. സെമിത്തേരി പോലും യുദ്ധക്കളമാക്കി. വാഗ്വാദം മുഴക്കി വെല്ലുവിളിച്ചു. ഒരു വിഭാഗത്തിന് ആരാധനാ സൗകര്യം നിഷേധിച്ച് പള്ളികൾ തറവാട്ട് സ്വത്ത് പോലെ താഴിട്ട് ഭദ്രമാക്കി. ചിലർ ബലം പ്രയോഗിച്ച് പള്ളിക്കകത്ത് കടന്ന് പള്ളിയുടെ ഗേറ്റ് അകത്തു നിന്ന് പൂട്ടി മിടുക്ക് കാട്ടി. യാക്കോബായ ഓർത്തഡോക്സ് സഭാവിഭാഗങ്ങൾ തമ്മിലുള്ള സ്വത്ത് തർക്കത്തെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അത് ഒരു ചരിത്രപരമായ പ്രതിസന്ധി കൂടിയാണ്. ആ പ്രതിസന്ധിയെ പരിഹരിക്കാൻ ആ രണ്ട് ക്രൈസ്തവ വിഭാഗങ്ങളും പല രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിയമ സംവിധാനങ്ങൾ ഇടപെടുന്നു, മറ്റ് ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ ഇടപെടും. എങ്കിലും തീർച്ചയായും അവർക്കിടയിൽ നിലനിൽക്കുന്ന ഒരാശയക്കുഴപ്പം ക്രിസ്തീയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രിസ്തീയമായി ചിന്തിക്കുന്നവർക്ക് ആർക്കും തന്നെ അംഗീകരിക്കാൻ കഴിയും. യാക്കോബായ ഓർത്തഡോക്സ് സഭാ വിഭാഗങ്ങളിലെ വൈദികരും പിതാക്കന്മാരും മറ്റ് കത്തോലിക്ക ക്രൈസ്തവ സഭകളിലെ പിതാക്കന്മാരും അൽമായ നേതാക്കന്മാരും ഒക്കെ ആ ഒരു വിഷയത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഒരു വീഡിയോയിൽ ഇദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ആകെ കഴമ്പുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ആ ഒരു പോരായ്മയെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം അംഗീകരിക്കേണ്ടതുണ്ട്. അതൊരു സാക്ഷ്യത്തിന്റെ മേഖലയല്ല എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ്. എനിക്ക് യാക്കോബായ ഓർത്തഡോക്സ് സഭകളിൽ സുഹൃത്തുക്കളായ വൈദികർ അവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഈ ഒരു പ്രതിസന്ധിയെ കേരള ക്രൈസ്തവ സമൂഹം അഭിമുഖീകരിക്കേണ്ടതുണ്ട്, മറികടക്കേണ്ടതുണ്ട്. ക്രിസ്തുമതത്തിന്റെ സ്ഥാപകൻ ക്രിസ്തുവല്ലെന്ന ചരിത്ര സത്യം പോലും മറന്നാണ് ഇവർ ക്രിസ്തുവിന്റെ പേരിൽ പള്ളിപിടുത്തത്തിന് ഇറങ്ങുന്നതെന്നതാണ് ഏറ്റവും വലിയ വൈചിത്ര്യം. റോമൻ സാമ്രാജ്യത്തിലെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് AD 325 ആണ്ടിൽ ക്രൈസ്തവ സഭയ്ക്ക് അടിത്തറ പാകിയതെന്നാണ് സഭയുടെ പിറവിയുടെ ചരിത്രം തിരഞ്ഞു പോകുന്നവർക്ക് മനസ്സിലാക്കാനാവുക. നമ്മളുടെ നിരീശ്വരവാദിയായ രവിചന്ദ്രന്റെ കൂടെ ഈ ചരിത്രം തിരയുമ്പോഴാണ് AD 325 കോൺസ്റ്റന്റൈനിൽ എത്തി നിൽക്കുക. 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ആണ് ക്രിസ്തുമതം സ്ഥാപിച്ചത് എന്ന വാദം അത് ഒരുപാട് പറഞ്ഞ് തേഞ്ഞുപോയ പഴകിപ്പോയ ചരിത്രപരമായി തന്നെ തള്ളിക്കളയപ്പെട്ട ഒരു വാദമാണ്. യഥാർത്ഥത്തിൽ കോൺസ്റ്റന്റൈൻ ആണ് ക്രിസ്തുമതത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുമെങ്കിൽ ഈ കേരളത്തിൽ AD 52 ആരംഭിച്ച മാർത്തോമാ ശ്ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനത്തോടെ ആരംഭം കുറിച്ച ക്രിസ്തീയ വിശ്വാസം അതിനെങ്ങനെയാണ് കോൺസ്റ്റന്റൈനുമായിട്ട് ബന്ധമുണ്ടാകുക? റോമാ സാമ്രാജ്യത്തിൽ ആരംഭം കുറിച്ച ക്രൈസ്തവ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിത ശൈലിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്, കേരളത്തിലുണ്ടായിരുന്നത്. അത് മാത്രമല്ല, നോക്കുക, റോമാ സാമ്രാജ്യത്തിന് പുറത്ത് ഈ 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ അധികാരത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ ക്രിസ്തീയ വിശ്വാസം ഉണ്ടായിരുന്നു എന്നത് അതാത് രാജ്യങ്ങളുടെ ഇന്നത്തെ സെക്കുലർ ചരിത്രം എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാവുന്നതാണ്. അർമേനിയയിൽ ഉണ്ടായിരുന്നു, എത്യോപ്യയിൽ ഉണ്ടായിരുന്നു, ജോർജിയ, മെസൊപ്പൊട്ടോമിയ, പേർഷ്യ, സെൻട്രൽ ഏഷ്യ, ചില ലിസ്റ്റുകൾ ഞാൻ എഴുതി വെച്ചതാണ്, മീഡിയ, പേർഷ്യ, പാർത്തിയ, ബാക്ട്രിയ, അറേബ്യൻ പെനിൻസുലയിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ കേരളത്തിൽ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ ക്രൈസ്തവ സമൂഹങ്ങളൊക്കെ ക്രിസ്തീയ മതവിശ്വാസം കോൺസ്റ്റന്റൈൻ സ്ഥാപിച്ചതാണ് എന്ന് പറയുന്നതുമായിട്ട് ഒരു രീതിയിലും ചേർന്ന് പോകും. മാത്രമല്ല, 1-ാം നൂറ്റാണ്ട് മുതൽ ക്രൈസ്തവരും ക്രൈസ്തവ സഭയും ഉണ്ടായിരുന്നു എന്നതിന്റെ നിരവധിയായ തെളിവുകൾ ഇന്ന് അവൈലബിൾ ആണ്. എന്തൊരു വലിയ മണ്ടത്തരമാണ്, എത്ര വലിയ ബ്ലണ്ടറാണ് ഇദ്ദേഹം തന്റെ ഈ ആരോപണത്തിലൂടെ ഉന്നയിക്കുന്നത്. എത്ര ആധികാരികതയോടെയാണ് പറയുന്നത്. ഈ ഒരു ആധികാരികത മാത്രമേ ഉള്ളൂ കേട്ടോ, തുടർന്ന് വരുന്ന മറ്റെല്ലാ ആക്ഷേപങ്ങൾക്കും ഈ ഒരു ആധികാരികത മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിലേക്ക് എത്താൻ ഓരോ സഭയും അവരവരുടെ വഴികൾ കണ്ടെത്തുകയും അതുമാത്രമാണ് യഥാർത്ഥ വഴിയെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതെങ്കിലും ക്രിസ്തു പറഞ്ഞുണ്ടെന്ന് ഇവരാരും ഇതുവരെ പറഞ്ഞു തുടങ്ങിയിട്ടില്ലല്ലോ. കത്തോലിക്ക സഭയ്ക്ക് തന്നെ സീറോ മലബാർ, ലത്തൻ കത്തോലിക്ക, മലങ്കര കത്തോലിക്ക എന്നിങ്ങനെയാണ് വകഭേദം. അദ്ദേഹം ഇത് ചിന്തിക്കുന്നത് എപ്പോഴും കേരളത്തിന്റെ മാത്രം പശ്ചാത്തലത്തിൽ നിന്നാണ്. യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭയ്ക്കുള്ളിൽ ഈ 3 വിഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരിക്കലുമല്ല. 24 വ്യക്തിസഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ. ഈ 24 വ്യക്തിസഭകളും റോമിന്റെ മെത്രാനായ മാർപ്പാപ്പയുടെ പ്രൈമസിയെ അംഗീകരിക്കുന്നവരാണ്. കത്തോലിക്ക സഭയുടെ പഠനങ്ങൾ പൊതുവായി സ്വീകരിക്കുന്നവരും അംഗീകരിക്കുന്നവരുമാണ്. ഈ സഭാ പാരമ്പര്യങ്ങളെല്ലാം വ്യത്യസ്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിക്കാതെയും അതിന്റെ കൃത്യമായ വിവരം നൽകാതെയും അല്ലെങ്കിൽ മറച്ചു വെച്ചുകൊണ്ടുമാണ് ഇദ്ദേഹം ഈ
ആരോപണം അല്ലെങ്കിൽ ആക്ഷേപം ഉന്നയിക്കുന്നത്. പിടിയേരി കൊടുത്തും കോഴിമുട്ട വിറ്റും ഓഹരി കൊടുത്തും പള്ളികൾ സ്ഥാപിക്കാൻ മുന്നിൽ നിന്ന വിശ്വാസികൾ വെഞ്ചരിപ്പ് കഴിയുന്നതോടെ പള്ളിക്ക് പുറത്താണ്. പിന്നെ മാസപ്പിരിവും ദശാംശവും ഒക്കെ കൃത്യമായി കൊടുക്കുന്നവർക്കേ ഉള്ളൂ രജിസ്റ്ററിൽ പേര്. വിശ്വാസികൾക്കും വൈദികർക്കും ഇടയിൽ ഇദ്ദേഹം ഒരു വിടവ് സൃഷ്ടിക്കുക. വൈദികർ വിശ്വാസികളെ ചൂഷണം ചെയ്ത് പണം ഉണ്ടാക്കും. അത് കഴിഞ്ഞാൽ ഉടനെ വിശ്വാസികൾ പള്ളിക്ക് പുറത്താണ്. ഞാൻ ഇദ്ദേഹത്തെ വെല്ലുവിളിക്കുക, അങ്ങനെ വിശ്വാസികൾ പണം കൊടുത്ത് പള്ളി പണിതതിനു ശേഷം ആ പള്ളിയിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുന്ന ഏതാനും വിശ്വാസികളെ ഒന്ന് കൊണ്ടുവരാം, അവരുടെ പേരൊന്ന് എടുത്തു പറയാം. ഏത് വിശ്വാസികളാണ് അപ്രകാരം പുറത്താക്കപ്പെട്ടിരിക്കുന്നത് അവർ പണിത ദേവാലയങ്ങളിൽ? അത് തീർച്ചയായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കേണ്ടതാണ്. വളരെ ഇങ്ങനെ ആഘോഷമായ രീതിയിൽ പറഞ്ഞു പോയാൽ മാത്രം പോരല്ലോ, പറയുന്നതിന് എന്തെങ്കിലുമൊക്കെ തെളിവുകൾ വേണം. തീർച്ചയായും ആ തെളിവുകൾ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം, ധാർമ്മികമായ ഉത്തരവാദിത്വം, ഇതേ ഒരു മാധ്യമ പ്രവർത്തകനാണെങ്കിൽ സത്യസന്ധമായ മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത്. തുടർന്ന് പറയുന്ന ചില കാര്യങ്ങൾക്കും കൂടി ഇദ്ദേഹം തെളിവുകൾ നൽകേണ്ടതായിട്ടുണ്ട്. മാസപ്പിരിവും ദശാംശവും ഒക്കെ കൃത്യമായി കൊടുക്കുന്നവർക്കേ ഉള്ളൂ രജിസ്റ്ററിൽ പേര്. മാസപ്പിരിവും ദശാംശവും ഒക്കെ കൃത്യമായി കൊടുക്കുന്നവർക്ക് മാത്രമേ പള്ളിയിലെ രജിസ്റ്ററിൽ പേരുണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നത്. മാസപ്പിരിവും ദശാംശവും കൊടുക്കാത്തതിന്റെ പേരിൽ പള്ളി രജിസ്റ്ററിൽ നിന്ന് പേര് വെട്ടപ്പെട്ട ആളുകൾ എത്ര പേരുണ്ട് എന്ന് ഇദ്ദേഹം പറയണം. പള്ളി വരുമാനമാകട്ടെ കുരിശും തൊട്ടിപ്പണം, കാണിക്ക, വഞ്ചിക്കാശ് എന്നിങ്ങനെ നേർച്ചപ്പണം തന്നെ പല വകുപ്പിൽ വരും. യഥാർത്ഥത്തിൽ ഇതാണ് പ്രശ്നം. പള്ളി വരുമാനം, നേർച്ചപ്പണം, വഞ്ചിപ്പണം, നേർച്ചപ്പെട്ടി, പലരുടെയും ഒരു വലിയ വിഷയം ഇതാണ്. ഈ വകുപ്പിൽപ്പെടുന്ന എല്ലാവരും പള്ളിയിലേക്ക് നോക്കുമ്പോൾ അവരാകെ കാണുന്നത് ഈ നേർച്ചപ്പെട്ടി മാത്രം. നേർച്ചപ്പെട്ടിയിൽ വീഴുന്ന പണത്തിന്റെ കിലുക്കമാണ് അവരുടെ ചെവികളിൽ. ഇദ്ദേഹം ഇതുവരെ പള്ളിയുടെ അല്ലെങ്കിൽ ദേവാലയത്തിൽ നടക്കുന്ന ആരാധനയെക്കുറിച്ച്, ആത്മീയമായി ജനത്തിനുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച്, അവർക്ക് ലഭിക്കുന്ന ആശ്വാസത്തെക്കുറിച്ച്, പള്ളി നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഭവന നിർമ്മാണ പദ്ധതികളെക്കുറിച്ച്, ഈ കഴിഞ്ഞ 2 വർഷങ്ങളിലായി നടന്ന പ്രളയകാലത്ത് ഇടവക ദേവാലയങ്ങൾ ജനങ്ങളോടൊപ്പം എങ്ങനെ നിന്നു കൂട്ടിരുന്നു എന്നതിനെക്കുറിച്ച്, ജനങ്ങൾക്ക് വേണ്ടി ആ ദേവാലയങ്ങൾ തുറന്നിട്ടതിനെ കുറിച്ച് ഒന്നും ഇദ്ദേഹത്തിന് യാതൊന്നും പറയാനില്ല. നോക്കുക, പള്ളിയുടെ പണത്തിലേക്ക്, പള്ളിയുടെ നേർച്ചപ്പെട്ടിയിലേക്ക് വീഴുന്ന കാശിന്റെ കിലുക്കത്തിലേക്ക് മാത്രം കണ്ണു നട്ടിരിക്കുന്നവരുടെ മനസ്സിന്റെ ആകുലതകളാണ്. എന്റെ പോക്കറ്റിലേക്ക് ഒന്നും വീഴുന്നില്ല, എന്റെ കീശയിലേക്ക് ഒന്നും നിറയുന്നില്ല. മറ്റൊരിടത്തേക്ക് പണം കുന്നുകൂടുമ്പോൾ ഉള്ളസ്വസ്ഥമാകുന്ന ഒരു കച്ചവടക്കാരന്റെ അസൂയയോടുകൂടിയുള്ള നോട്ടമാണ് ഈ ആരോപണങ്ങളുടെ എല്ലാം പിന്നിൽ തിളച്ചു മറിയുന്നത് എന്ന് സാമാന്യബോധമുള്ള ഒരു വിശ്വാസിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാമോദിസ, വിവാഹം, ഓർമ്മ കുർബാന, പ്രത്യേക കുർബാന, വണ്ടി കൂതാശ, ഭവന കൂതാശ, സ്ഥാപന കൂതാശ, മക്കൾക്ക് ആദ്യ ജോലി കിട്ടിയാൽ ആദ്യ ശമ്പളം, ആദിബലം, ആദിബല ലേലം, പള്ളിമുറ്റത്തെ ഞായറാഴ്ച കച്ചവടം, മരണം, ശവോടക്ക്, 16 അടിയന്തരം, 40 അടിയന്തരം, ഇങ്ങനെ പണം വന്ന് കുമിഞ്ഞുകൂടുന്ന സർവ്വ വഴികളും കൊറോണ വന്ന് കൊട്ടിയടച്ചു. പണം വന്ന് കുമിഞ്ഞുകൂടുന്ന സകല വഴികളും ഇടവക ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കറിയാം. ഇതിന്റെ അകത്ത് ഏതൊക്കെ കാര്യങ്ങൾക്കാണ് പള്ളിയിലേക്ക് പണം കൊടുക്കുന്നത്, അതെന്തിനു വേണ്ടിയിട്ടാണ്? പള്ളിയിലെ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന പണം. വൈദികർക്ക് പണം കൊടുക്കുന്നത് എത്ര രൂപ വെച്ചാ കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് എത്രയാണ്? അത് എന്തിനാണ്? ആരോടെങ്കിലും ഇത് നിർബന്ധിച്ച് ചോദിച്ചു വാങ്ങാറുണ്ട്? ഈ തിരുക്കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള പണം വൈദികർ ആരോടെങ്കിലും നിർബന്ധിച്ച് ചോദിച്ചു വാങ്ങാറുണ്ട്? അത് കിട്ടിയാലേ വരൂ എന്ന് ആരോടെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ട്? അത് മാത്രമല്ല, ഇത് കൊടുക്കുന്ന ഏതെങ്കിലും വിശ്വാസികൾ ഇത്തരം ഒരു പരാതിയോടുകൂടിയാണോ പണം, ഈ ചെറിയ തുകയാണിതെല്ലാം, ഇത് കൊടുക്കുന്നത്? ബിഷപ്പുമാർ സഭയെയും വിശ്വാസികളെയും പറ്റിച്ച് സ്വരുക്കൂട്ടുന്ന പണം സ്വന്തം ട്രസ്റ്റ് ഉണ്ടാക്കി സ്വന്തം ട്രസ്റ്റിൽ നിക്ഷേപിക്കുകയും സമാന്തര ഭരണം നടത്തുകയും ചെയ്യുന്നു. വളരെ ഹാസ്യം നിറഞ്ഞ ഒരു തരം അവതരണമാണ്. ഇതിന്റെ അകത്തൊക്കെ എന്തുമാത്രം യാഥാർത്ഥ്യമുണ്ട് എന്ന് പള്ളിയോടും രൂപതയോടും ഒക്കെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന വിശ്വാസികൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളിൽ. പള്ളിയിൽ ലഭിക്കുന്ന ഓരോ ചില്ലിക്കാശിനും കണക്കുണ്ട്, റെസീറ്റ് ഉണ്ട്, ചെലവിന്റെ കണക്കുണ്ട്, വരവിന്റെ കണക്കുണ്ട്. പള്ളിയിൽ നിന്ന് എത്ര രൂപ രൂപതയിലേക്ക് പോകുന്നു എന്നുള്ളതിന് കൃത്യം കണക്കുണ്ട്. അത് മാസം തോറും പള്ളിയിൽ കണക്കവതരണമുണ്ട്, 3 മാസം കൂടുമ്പോൾ ഒരു അവതരണമുണ്ട്, അർദ്ധവാർഷിക തിരട്ട്
പകുതി വർഷമാകുമ്പോൾ ഒരു അവതരണമുണ്ട്. വാർഷിക പൊതുയോഗത്തിൽ മുഴുവൻ ഒരു വർഷത്തെ മുഴുവൻ വരവ് ചെലവുകളുടെയും കണക്ക് അവതരണമുണ്ട്. ഏറ്റവും ചെറിയ കണക്കുകൾ പോലും അവതരിപ്പിക്കപ്പെടേണ്ട വേദികളാണ്. അപ്പോ ഇവിടെ നിന്ന് രൂപതയിലേക്ക് എത്ര പോകുന്നു എന്ന് അവർക്കറിയാം. രൂപതയിൽ വരുന്ന തുക എങ്ങനെയാണ് വരുന്നത് മുഴുവനും ഇന്ന് ബാങ്ക് ട്രാൻസാക്ഷൻസ് ആണ്. അങ്ങനെയല്ലാത്ത ഒരു ട്രാൻസാക്ഷൻസും നടക്കാറില്ല. രൂപതയിലേക്ക് എത്ര വരുന്നു എത്ര പോകുന്നു എന്നുള്ളത് പാസ്റ്ററൽ കൗൺസില്, അൽമായരുടെ വേദിയാണ്. പ്രസ്ബിറ്ററൽ കൗൺസില്, തിരഞ്ഞെടുക്കപ്പെട്ട വൈദികരുടെ വേദിയാണ്. ഫിനാൻസ് കൗൺസില്, വൈദികരുടെയും അൽമായരുടെയും വേദിയാണ്. കൺസൾട്ടേഴ്സ് ഫോർ, ഇങ്ങനെ പല വേദികളിൽ ഈ കണക്കുകൾ, വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കപ്പെടുന്നു. മറ്റു ചില ബിഷപ്പുമാർ ഗുണ്ടകളെയും പിമ്പുകളെയും ഉപയോഗിച്ച് വൈദികരെയും വിശ്വാസികളെയും വിരട്ടി രാജകീയ ജീവിതം തുടങ്ങി. ഇദ്ദേഹത്തിന്റെ പരിപാടി ഈ ഷാജി കൈലാസ് ഒക്കെ പോലെയുള്ളവരുടെ സിനിമകൾക്ക് സ്ക്രിപ്റ്റ് എഴുതലായിരുന്നു എന്ന് എനിക്ക് സംശയം. കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച നാളിൽ ഒരു സഭാധ്യക്ഷൻ വിശ്വാസികളോട് അരുളി ചെയ്തത് പുതിയ കാലത്ത് വിശ്വാസികൾ നടത്തേണ്ടുന്നത് സൈബർ ഫാസ്റ്റിംഗ് ആണെന്നായിരുന്നു. എല്ലാ വിശ്വാസികളും നിർബന്ധമായും സൈബർ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവിനെന്ന് ഇതേ മേലധ്യക്ഷന് തന്നെ ഇക്കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച അഭ്യർത്ഥിക്കേണ്ടി വന്നതും വിധിവേദിക്കും. ഇദ്ദേഹം പറഞ്ഞ ലോജിക്ക് ശരിയാണ് എങ്കിൽ ഫാസ്റ്റിംഗ് എടുക്കണം. ഭക്ഷണ സാധനങ്ങൾ വർജിക്കേണ്ട ചില ദിവസങ്ങളും സമയങ്ങളും ഉണ്ട് ക്രൈസ്തവ വിശ്വാസ പാരമ്പര്യത്തിൽ, ആത്മീയ പാരമ്പര്യത്തിൽ. പക്ഷെ അതേസമയം തന്നെ പെരുന്നാളുകളുടെ സമയത്ത് വൈദികര്, പിതാക്കന്മാര് ആഹ്വാനം ചെയ്യാറുണ്ട്, നേർച്ച ഭക്ഷണമുണ്ട്, കഴിച്ചിട്ടേ പോകാവുള്ളൂ. അപ്പോൾ അതിൽ തമ്മിൽ ഒരു കോൺട്രഡിക്ഷൻ വരത്തില്ല. എളിമയുടെ പര്യായമായ യേശു ക്രിസ്തുവിന്റെ ഇടയന്മാർക്ക്, സർവപരിത്യാഗികളായ സന്യാസ ശ്രേഷ്ഠന്മാർക്ക് എന്തിനാണ് അരമനയും അംശവടിയും റോൾസ് റോയ്സും? തീർച്ചയായും അവരെല്ലാവരും റോഡരികിൽ ഉറങ്ങുകയും ഭക്ഷണത്തിന് വേണ്ടി ഇരന്ന് നടക്കുകയും ചെയ്യേണ്ടവരാണ്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കേണ്ടതാണ്. യേശു ക്രിസ്തു ജനിച്ചത് അരമനയിലല്ല, കാലിത്തൊഴുത്തിലായിരുന്നു. യേശു ക്രിസ്തു ശിഷ്യന്മാരെ കണ്ടെത്തിയത് പകലോമറ്റം തറമാട്ടിൽ പോയല്ല. മുക്കുവന്മാരെയായിരുന്നു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ കൂടെ കൂട്ടിയത്. യേശു ക്രിസ്തു ജനിച്ചത് പുൽക്കൂട്ടിലാണ്. പക്ഷേ യേശു ക്രിസ്തു ജീവിതാന്ത്യം വരെ ജീവിച്ചത് പുൽക്കൂട്ടിലായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ഈശോ പകലോമറ്റം കുടുംബത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല. കാരണം പകലോമറ്റം എന്ന് പറയുന്ന ആ പാരമ്പര്യം പറയുന്നത് കേരളത്തിലെ ക്രൈസ്തവ സഭയാണ്. പക്ഷെ ഈശോയുടെ ശിഷ്യന്മാരെല്ലാവരും യഹൂദ പാരമ്പര്യത്തിൽ നിന്നുള്ളവർ. മാത്രമല്ല അവരെല്ലാവരും മുക്കുവരായിരുന്നു എന്ന് പറയുന്നതും തെറ്റാണ്. ഇതിൽ ചുങ്കക്കാരനായ മത്തായി ഉണ്ടായിരുന്നു, തീവ്രവാദിയായ ശിമയോൻ ഉണ്ടായിരുന്നു, വേറെ ചിലരും ഉണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ കാരുണ്യം, സ്നേഹം, നന്മ, ക്ഷമ, എല്ലാം, ദയ ഒക്കെ പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ സഭകളെ സമുദ്ധരിക്കാൻ വന്ന ഇദ്ദേഹം പക്ഷെ തന്റെ തൊഴിലിനോട് പോലും കൂറുപുലർത്താത്ത ഒരു മാധ്യമ പ്രവർത്തകനാണ്. അടിസ്ഥാനപരമായ ഒരു ചെറിയ പഠനമെങ്കിലും നടത്തിയിരുന്നുവെങ്കിൽ ഈ വീഡിയോയിൽ ഇങ്ങനെ വസ്തുതാവിരുദ്ധമായ ആക്ഷേപങ്ങൾ ഇദ്ദേഹത്തിന് ഉന്നയിക്കേണ്ടി വരികയില്ലായിരുന്നു. ഈ ആക്ഷേപങ്ങളെല്ലാം ഇദ്ദേഹം ക്രൈസ്തവ സഭകൾക്ക്, സഭാ മേലധ്യക്ഷന്മാർക്ക് എതിരെ ഉന്നയിക്കുന്ന, വൈദികർക്ക് നേരെ ഉന്നയിച്ച ഒരാരോപണത്തിനും യാതൊരുവിധ അടിസ്ഥാനവുമില്ല എന്ന് ഇദ്ദേഹത്തിന്റെ തന്നെ അവതരണത്തിൽ നിന്ന് വ്യക്തമാണ്. അല്ലെങ്കിൽ തീർച്ചയായും ഇദ്ദേഹം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കണമായിരുന്നു. കെട്ടിച്ചമച്ച കഥകളുടെ, മഞ്ഞ മാധ്യമങ്ങൾ ഊതി വീർപ്പിക്കുന്ന ഊഹാപോഹങ്ങളുടെ പിന്നാലെ യാത്ര ചെയ്യുന്നവർ, അവരുടെ തലച്ചോറും അവരുടെ ചിന്തയും ഇത്രമാത്രം മലിനീകരിക്കപ്പെട്ടതായിരിക്കും, ഇത്രമാത്രം പക്ഷം പിടിക്കുന്നതായിരിക്കും, അവർ ഇത്രയ്ക്കധികം ദോഷൈക ദൃക്കുകളായിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളുടെ മാന്യതയെ അപഹരിക്കുന്ന ഇത്തരത്തിലുള്ള കുടില പ്രചരണങ്ങളെ തള്ളിക്കളയാൻ നമുക്ക് പരിശ്രമിക്കാം. സത്യം അന്വേഷിക്കുന്നവരാവുക, തെറ്റ് കണ്ടാൽ തിരുത്തുന്നവരാവുക. നല്ലതാണ്, തെറ്റുകൾ തിരുത്തണം, തെറ്റ് ചെയ്യുന്നവരെ തിരുത്തണം. അത് ഓരോ ക്രൈസ്തവന്റെയും കടമയാണ്. സ്നേഹത്തോടു കൂടിയുള്ള തിരുത്തലുകൾ ക്രിസ്തീയ വിശ്വാസികൾ, ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നവർ ആത്മാർത്ഥതയോടെ സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യും. ദൈവം അനുഗ്രഹിക്കട്ടെ.